വൈസ് പ്രസിഡന്റ് കൂറുമാറിയതോടെ മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം CPIM-ന് നഷ്ടമായി. പ്രസിഡന്റിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 9-നെതിരെ 11 വോട്ടുകൾക്ക് വിജയിച്ചതോടെയാണ് അട്ടിമറി. PV അൻവറിനെ പിന്തുണയ്ക്കുന്ന വൈസ് പ്രസിഡന്റ് സുബൈദ സുധീർ കൂറുമാറി വോട്ട് ചെയ്തതിനെ തുടർന്നാണ് CPIM-ന് ഭരണം നഷ്ടമായത്. രാവിലെ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെ തന്നെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സംഘർഷാവസ്ഥ ഉരുണ്ടുകൂടി. CPIM UDF പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഏറ്റുമുട്ടി. പോലീസ് സുരക്ഷയിലാണ് അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടന്നത്. 20 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ UDF-നും LDF-നും 10 അംഗങ്ങളെന്ന നിലയിലായിരുന്നു. രാവിലെ 11-ന് ആരംഭിച്ച അവിശ്വാസ പ്രമേയ ചർച്ച പൂർത്തിയായത് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ സമയമെല്ലാം പഞ്ചായത്ത് ഓഫീസിന് പുറത്ത് തർക്കവും സംഘർഷവും. ഇതിനിടെ തൃണമൂൽ കോൺഗ്രസ് കൊടികളുമായി PV അൻവറും അനുയായികളും UDF-ന് പിന്തുണയുമായെത്തി. ഇതിനിടെ PV അൻവറിനെ കടമുറിയിൽ പൂട്ടിയിടാനും CPIM പ്രവർത്തകർ ശ്രമിച്ചു. പോലീസ് ലാത്തി വീശി. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ CPIM അംഗമായ സുബൈദ സുധീർ UDF-നൊപ്പം നിന്നു. 9-നെതിരെ 11 വോട്ടുകൾക്ക് UDF-ന് വിജയം. തൃണമൂൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് സുധീർ പുന്നപ്പാലയുടെ ഭാര്യയാണ് കൂറുമാറിയ സുബൈദ. ഇത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്താണ്. കഴിഞ്ഞ ആദ്യത്തെ 3 വർഷം ഞങ്ങളാണ് ഭരിച്ചത്. പിന്നീട് ഞങ്ങളുടെ ഒരു മെമ്പർ കൂറുമാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭരണം ഞങ്ങൾക്ക് അന്ന് നഷ്ടപ്പെട്ടത്. ഏത് വഴിക്കാണോ ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത് ആ വഴി തന്നെ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. രാഷ്ട്രീയ അട്ടിമറികൾ ആവർത്തിക്കുന്ന ചുങ്കത്തറ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത് 3 പേർക്കാണ്. നാടകീയ സംഭവ വികാസങ്ങൾക്കൊടുവിൽ ഇനി ചുങ്കത്തറ പഞ്ചായത്ത് UDF വീണ്ടും ഭരിക്കും. UDF പ്രവേശനത്തിന് കാത്തുനിൽക്കുന്ന PV അൻവറിന് UDF നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കാൻ ഒരു കാർഡുമാകും ചുങ്കത്തറയിലെ അട്ടിമറി. ന്യൂസ് മലയാളം, മലപ്പുറം.